മാമ കളിക്കാൻ വരുന്നില്ല. പിന്നെ അടുപ്പത്ത് കോഴി ഇരിക്കുന്നു. അവനെ ഒന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാ പിന്നെ മാമനും മോളും കൂടി കളിയുടെ ഒരു പൂരമല്ലേ. എന്നെയും കൊഞ്ഞു തിന്നോ? പക്ഷെ ഇപ്പോഴല്ല. പിന്നെ മോള് വലുതായി കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ടൊരു വരവുണ്ട് ഇങ്ങോട്ട്. അന്ന് മാമൻ ഇതിനെ മൊത്തം കൊന്ന് നിർത്തി പൊരിച്ച് പ്ലേറ്റിലാക്കി കൊണ്ടുതരും. അയ്യേ. ഓ പോയി കളിച്ചോ. എന്താ ഈ പട്ടിക്ക്? മാളൂട്ടി, മാളൂട്ടി, മാളൂട്ടി. മാളൂട്ടി, മാളൂട്ടി. മാളൂട്ടി, മാളു. ഈശ്വരാ, മാളൂട്ടി. ഉണ്ണേട്ടാ, ഉണ്ണേട്ടാ. മാളൂട്ടി, ഉണ്ണേട്ടാ. എന്താ രാജി? മാളൂട്ടി, മാളൂട്ടി, രാജി എന്റെ മോള്. മാളൂട്ടി, മാളൂട്ടി, മോളെ. കുട്ടമ്പിള്ളേ, കുട്ടമ്പിള്ളേ. മോളെ, മോളെ മാളൂട്ടി. എന്ത് പറ്റി? എന്ത് പറ്റി മോളെ? ദൈവമേ, ചതിച്ചല്ലോ മോളെ. രാജി, രാജി നമ്മുടെ മോള്. എന്റെ ദൈവമേ, ഈ കുഴി മൂടിയിട്ടിരുന്നാണല്ലോ. ഇതിന്റെ മൂടി അവിടെ പോയി. അയ്യോ, മോളെ മാളൂട്ടി. എന്റെ പൊന്നു മോളെ. കുട്ടമ്പിള്ളേ, കുട്ടമ്പിള്ളേ, എന്റെ മോള്, എന്റെ മോളെ എങ്ങനെയും രക്ഷിക്കണം. എന്തെങ്കിലും ഒന്ന് പോയി എടുത്തോട്ട് വാ. അയ്യോ സാറ് സൂക്ഷിക്കണം. 10 നൂറ്റാമ്പാട് താഴ്ചയുള്ള കുഴിയാ. കുഞ്ഞു ഭാഗ്യത്തിൽ എവിടെ തടഞ്ഞിരിക്കുക. രാജി, രാജി, രാജി ബഹളം വെക്കാതെ നമ്മുടെ മോളെ നമുക്ക് രക്ഷപ്പെടുത്താം. രാജി ധൈര്യമായിട്ടിരിക്കുക. സാറ് സമാധാനിക്കും. ഞാൻ എഞ്ചിനീയർ സാറിനെ വിളിക്കാം. മോളെ മാളൂട്ടി. കുട്ടമ്പിള്ളേ, കുട്ടമ്പിള്ളേ കയറോ എന്തെങ്കിലും കിട്ടുമോ? അടുക്കളടുത്ത് കാണും. രാജി, കുട്ടി ഇടയ്ക്ക് എവിടെയോ തങ്ങിയിരിക്കുക. സാറൊന്ന് വേഗം വരണം സാർ. രാജി, രാജി, മാളൂട്ടി, മാളൂട്ടി, മോളെ പേടിക്കണ്ട മോളെ. മോളെ അച്ഛനുണ്ടോ മോളെ ഇവിടെ? മോളെ പേടിക്കണ്ടേ.
മോളെ മാളൂട്ടി, മോൾക്ക് കയറ് കാണാമോ? മോളെ പേടിക്കണ്ട, മോളെ അച്ഛനുണ്ട് മോളെ ഇവിടെ. മാളൂട്ടി ഇതിലൊന്നും പിടിക്കും മോളെ. മോളെ മോളെ പിടിക്ക്. ധൈര്യമായിരിക്ക്. ഈ കയറിന് അച്ഛൻ കാണുന്നില്ലേ മോളെ? ഇതിൽ പിടിക്കേ. മോള് കരയണ്ട. പേടിക്കില്ല മോളെ, പേടിക്കില്ല, ഒന്നുമില്ല. മാളൂട്ടി പിടിക്ക്. മോളെ എങ്ങനെയെങ്കിലും പിടിക്കും മോളെ. മാളൂട്ടി പിടിക്ക്. മോളെ അയ്യോ പേടിക്കണ്ട മോളെ, മോൾക്ക് ഒന്നുമില്ല. മോളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട് ഇവിടെ. അതെ മോളെ, പിടിക്കും മോളെ. അതിന്റെ അറ്റത്ത് പിടിക്കും മോളെ. മോളെ പിടിക്ക്. മോളെ പേടിക്കണ്ട മോളെ, മോക്ക് ഒന്നും പറ്റില്ല. മോളെ ഇതിൽ പിടിക്ക്, കയറിൽ പിടിക്കും മോളെ. കുഞ്ഞിന് കൈയും കാലും അനക്കാൻ പറ്റണ്ടാവില്ല. ഇനി അഥവാ പിടിക്കാൻ പറ്റിയാൽ പോലും ഇത്രയും പൊക്കത്തിൽ എത്തുന്നവരെ പിടിച്ച് തൂങ്ങാൻ പറ്റുമോ? കൈയെങ്ങാൻ വിട്ടുപോലെ നിസ്സാര രാജി, 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 കുട്ടപ്പിള്ള ഇനിയിപ്പോ എന്താ ചെയ്യ? മാളൂട്ടി. ഗ്രൗണ്ട് ടെസ്റ്റ് എടുത്ത കുഴി കയറി മൂടിയില്ലേ? അവിടെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് മോളെ രക്ഷിക്കണം. മാളൂട്ടി സാർ, ഭാഗ്യത്തിന് കുഞ്ഞ് എവിടെ സ്റ്റക്കായിരിക്കാണ്. ഇനി അവിടെ നിന്നെങ്ങാനും സ്ലിപ്പായി താഴോട്ടോ. ഉണ്ണി ധൈര്യമായിരിക്കും. മോളെ എടാ കുട്ടമ്പിള്ളേ, രാജി നമ്മുടെ മോള് ഒരു 10-20 അടി നീളമുള്ള മുളയോ കമ്പോ എന്തെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ? മുള കാണാം സാർ. പിന്നെ കുറച്ച് കമ്പിയോ കൊളുത്തോ കയറോ എന്തെങ്കിലും എടുത്തിട്ട് വാ. ദാസേ, ഡോക്ടർ ഉസ്മാന്റെ നഴ്സിംഗ് ഹോമിലേക്ക് ഫോൺ ചെയ്ത് ഉടനെ ആംബുലൻസുമായി വരാൻ പറയൂ. സ്റ്റേഷനിലേക്ക് വിളിച്ച് SI രാജിലോട്ടും വരാൻ പറ. ആ ഫയർ സ്റ്റേഷനിൽ കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഓക്കെ സാർ. ഉണ്ണി ഒരു സെക്കൻഡ്. അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സാർ, എന്റെ കുഞ്ഞ്. ഉണ്ണി. സമാധാനമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം. ആദ്യം മിസ്സിനെ ഒന്ന് സമ്മാനിപ്പിക്കൂ. കുറച്ചു നേരം എവിടെയെങ്കിലും മാറ്റി ഇരുത്തിയാലും വിരോധമില്ല. പ്ലീസ് പ്ലീസ്. ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. തന്നെയൊക്കെ വേണ്ട, ഞാൻ എവിടെയും വരില്ല. രാജി. എന്റെ മോളെ വിട്ടിട്ട് എവിടെയും വരില്ല. രാജിക്കറിയാം. വേണ്ട. മോളെ. ഒന്ന് വേഗം വരണേ സാർ. രാജി പേടിക്കാതെ. മോളെ ആ കയറും നിർത്തേ. ഒന്ന് വേഗം താടോ. ആ മാളൂട്ടി മോളെ പേടിക്കല്ലേ. സാർ പതുക്കെ. മാളൂട്ടി. മോളെ അനങ്ങല്ലേ അനങ്ങല്ലേ. മോളെ അനങ്ങല്ലേ. മോള് കരയണ്ട. രാജി, രാജി. രാജി. ഓ ഗോഡ്. മോളെ ബോധമുണ്ട്. ഷോക്കിന്റെ റിയാക്ഷനാ, സാരമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഷീൽ ബി ഓൾ റൈറ്റ്. ലീലാമേ,
ഒരു ചെറിയ ഡോസ് ട്രാങ്ക്ലൈസർ കൊടുത്തേക്ക്. കുട്ടുമ്പളി മോളെ മോളെ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളൊരു ഹുക്ക് ഇട്ടൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ ശരിയായില്ല. കുട്ടി വീണ്ടും താഴോട്ട് പോയി. ആ രീതിയൊക്കെ വളരെ റിസ്ക് ആണ്. ഫയർഫോഴ്സുകാരെ വിവരം അറിയിച്ചിട്ടുണ്ട്, പക്ഷെ അവരിങ്ങ് എത്തണ്ടേ. സാർ വേറെ എന്തെങ്കിലും ഒരു മാർഗം? ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും റെസ്ക്യൂ ചെയ്ത് പുറത്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ ഇത്രയും ഡെപ്തിൽ ഈറൻ വായു ശ്വസിച്ചാൽ അപകടമാണ്. ഈവൻ അതർവൈസ് ശ്വാസം കിട്ടാനും ബുദ്ധിമുട്ടാവും. കൊച്ചുകുട്ടിയല്ലേ. ജോസഫേ ഓക്സിജൻ എടുക്ക. എന്നിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. ആണോ? ശരി. ഈ പട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. സൂക്ഷിച്ചു. അതിന് മോളുടെ മുഖത്ത് പഠിപ്പിക്കണം. ബാലു തുറന്നുവിടെ. മൂത്തുമുട്ടല്ലേ മോളെ, പേടിക്കണ്ട കേട്ടോ. ആ കുഞ്ഞ് എങ്ങനെയുണ്ട്? മാറാട്ടെ, മാറാ. ഇത്രയും തുറസായ സ്ഥലത്ത് എങ്ങനെ ഒരു കുഴി? ഇറ്റ്സ് ക്രിമിനൽ. ഇവനൊക്കെ ഇങ്ങ് വന്നേ. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഈ കുഴി ഒന്ന് വൈഡൻ ചെയ്തെടുത്താലോ? എന്തായി പറയുന്നത്? അത് അപകടമാണ്. സ്ലൈറ്റ് ആയ ഒരു ഷോക്കോ ഡിസ്റ്റർബൻസോ ഉണ്ടായാൽ കുട്ടിയുടെ മേൽ മണ്ണ് വീഴും. അയ്യോ വേണ്ട, അത് റിസ്കാ. റിസ്ക് എന്ന് പറഞ്ഞ് പേടിച്ചിരുന്നാൽ എങ്ങനെയാ? വല്ല കയറോ കപ്പിയോ മറ്റേട്ട് പൊക്കിയെടുക്കാൻ നോക്കണം. അതൊക്കെ ചെയ്തു നോക്കി. ഇനി ആ രീതിയിലൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കണം. ഓക്സിജൻ ഇനി വേണ്ടി വരും തോന്നുന്നു. നേഴ്സൽ ഫീഡിംഗ് അല്ലാത്തതുകൊണ്ട് കുറെ അധികം വേസ്റ്റ് വരും. സിലിണ്ടേഴ്സ് കുറച്ചുകൂടി കരുതണം. ജോസഫ് ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിൽ പോയി അവിടെയുള്ള സിലിണ്ടേഴ്സ് എല്ലാം എടുത്തോണ്ട് പോവാ. എമർജൻസിക്കുള്ള മാത്രമാണോ വെച്ചാൽ താൻ പോയി ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്ത്. നമ്മുടെ വേണ്ടി എടുത്തോ, പെട്ടെന്ന് വേണം. അങ്ങോട്ട് മാറി നിൽക്കണോ? മോളെ, ഞാനൊന്ന് പൊക്കോട്ടെ. ഒന്ന് സമാധാനിക്കും നീ. മോളെ, മോളെ അച്ഛനെ വിളിക്കുന്നു. മോളെ, മോളെ, ഡോക്ടർ, മോളെ, ഡോക്ടറിന്റെ മോള് മിണ്ടുന്നില്ല. മോളെ, ഡോക്ടർ, മോളെ റെസ്പോണ്ട് ചെയ്യുന്നു. മാളൂട്ടി, മോളെ എങ്ങോട്ട് നോക്കും. മോളെ, അച്ഛനെ വിളിക്കുന്നു. മോളെ, മയങ്ങിപ്പോയതായിരിക്കും. അത് അപകടമാണ്. ഡോക്ടറിന് ഓക്സിജൻ തീർന്നു കാണുമോ? അതിന്റെ അല്ല. പക്ഷേ എന്തായാലും കുട്ടി അൺകോൺഷ്യസ് ആയിക്കൂടാ. കുറച്ച് വെള്ളം തളിച്ചാലോ? അതൊന്നും ശരിയാവില്ല. അമ്മയുടെ ശബ്ദം കേട്ടാ കുട്ടി റിയാക്ട് ചെയ്യേണ്ടതാണ്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? മിസ്സിനെ കൊണ്ട് വിളിപ്പിച്ച് നോക്കിയാലോ? രാജി, 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 നീ ഒന്ന് സമാധാനിക്ക്. ഈ സമയത്ത് നീ ഇങ്ങനെ ആയാലോ? രാജി, നമ്മുടെ മോള് വിളിച്ചിട്ട് മിണ്ടുന്നില്ല. മയങ്ങിപ്പോയതാ. രാജി, രാജി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ സമയത്ത് നീ ഇങ്ങനെ കരയല്ല വേണ്ടത്. എങ്ങനെയെങ്കിലും നമ്മുടെ മോളെ വിളിച്ചുണർത്തണം. പറ്റുമെങ്കിൽ അവളെ കൊണ്ട് 2 വാക്ക് സംസാരിപ്പിക്കണം. നീ വിചാരിച്ചാലേ അത് പറ്റണം. മോളെ മാളൂട്ടി, രാജി വിളിക്കേ. രാജി വിളിച്ചോണ്ടിരിക്കേ. നമ്മുടെ മോളെ എങ്ങനെയെങ്കിലും വിളിച്ചുണർത്തണം. വിളിക്ക് രാജി, നമ്മുടെ മോളെ വിളിക്കേ. രാജി, നീ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? നമ്മുടെ മോളെ നീ വിളിച്ചാൽ മാത്രമേ നമ്മുടെ മോളെ കണ്ണു തുറക്കൂ. ഡോക്ടർ ഒന്ന് പറയൂ. രാജി വിളിക്ക്. രാജി വിളിക്ക്. രാജി, രാജി, നമ്മുടെ മോളെ വിളിക്ക്. മാളൂട്ടി, ഇങ്ങോട്ട് നോക്കുമോളെ. അച്ഛനും അമ്മയും നോക്കുമോളെ. അമ്മ ഇവിടെ ഉണ്ട് മോളെ. അമ്മ ഇവിടെ ഉണ്ട്. മോളെ, മാളൂട്ടി, മോളെ പേടിക്കണ്ട കേട്ടോ. മോളെ അച്ഛനുണ്ട്. മോളെ ഇവിടെ. മോളെ, ഡോക്ടർ കുഴിയിലേക്ക് ഒട്ടും വെളിച്ചിട്ടുണ്ട്. ഡോക്ടർ കണക്ഷൻ എടുത്തോണ്ടിരിക്കുക. മോളെ, ആരെങ്കിലും ബൾബ് കുഴിയിലേക്ക് വെളിച്ചം കിട്ടാൻ മാത്രം ഇങ്ങോട്ടിടൂ. പെട്ടെന്ന് ചെയ്യൂ. ഡോക്ടറിന്റെ മോൾ ഉറങ്ങുന്നു തോന്നുന്നു. അയ്യോ,
ഇത്രയും നേരമായ കുഴിയാണല്ലേ? എത്രയും പെട്ടെന്ന് കുട്ടിയെ പുറത്തെടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഇപ്പൊ തന്നെ കുറെ അധിക നേരമായി വീണിട്ട്. ഈ കുഴിയുടെ ആഴം എങ്ങനെയാ? 150 അടിയുണ്ട്. 150 അടിയോ? അപ്പൊ കുഞ്ഞ് വീഴ്ചക്കടിയിൽ ഭാഗ്യത്തിന് എവിടെയോ സ്റ്റക്കായിരിക്കുക. ചെറിയൊരു അനക്കമുണ്ടായാൽ പോലും കുട്ടി. നമുക്ക് വല്ല കമ്പിയോ ഹൂക്കോ വെച്ച് പൊക്കിയെടുക്കാൻ നോക്കിയാലോ? അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി സാർ. അത് കൂടുതൽ അപകടം ഉണ്ടാക്കിയത്. കുഞ്ഞ് വീണ്ടും സ്ലിപ്പ് ചെയ്ത് താഴോട്ട് പോയി. ഓഹോ, അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ഇനിയും താഴോട്ട് സ്ലിപ്പ് ആകാതെ നോക്കണം. എന്ന് വെച്ചാൽ ആദ്യം കുഞ്ഞിരിക്കുന്നതിന് താഴെ ബ്ലോക്ക് ചെയ്യണം. സാർ, നമ്മുടെ ആ ചെറിയ ലാഡർ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും. അതെങ്ങനെ ഇത്ര ചെറിയ കുഴിക്കകത്ത്? മാത്രമല്ല കുഞ്ഞ് അതിന്റെ അകത്ത് സ്റ്റക്കായിരിക്കല്ലേ? ഈ കുഴിയെ യാതൊരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം? സാർ, നമുക്ക് ഈ കുഴിയിൽ നിന്ന് അല്പം വിട്ടുമാറി സൈഡിൽ നിന്ന് മറ്റെങ്ങനെയെങ്കിലും. സൈഡിൽ എന്ത് ചെയ്യാൻ? അല്ല, ആ പറഞ്ഞതിലൊരു ചെറിയ കാര്യമുണ്ട്. കറക്റ്റ്. ഈ കുഴിയെ ഡിസ്റ്റർബ് ചെയ്യാതെ മറ്റൊരു കുഴിയെടുത്ത് അതിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാം. അവിടെ ഒന്നും അടിവശം ബ്ലോക്ക് ചെയ്യാമല്ലോ. അപ്പൊ 10-18 അടി ആഴത്തിൽ വലിയൊരു കുഴി വേണ്ടേ? വേണം. 2-3 പേർക്ക് നിന്ന് പെരുമാറാനുള്ള വലിപ്പവും വേണം. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട സാർ. നമുക്ക്